പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 14 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തികൾ വലുതാകുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് കരുണയുള്ളവൻ, അങ്ങ് ദയയുള്ളവൻ, അങ്ങ് ദീർഘക്ഷമയുള്ളവൻ, അങ്ങേപ്പോലെ മറ്റാരുമില്ല. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ വിചാരങ്ങൾ വലുതാകിയാൽ സ്തോത്രം ചെയ്തു. ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ചിന്തകൾ വലുതാകിയാൽ സ്തോത്രം ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ പ്രവൃത്തികൾ വലുതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സംതൃപ്തിയും സ്വസ്ഥതയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആരോഗ്യവും ഇവരുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകട്ടെ. ഇന്ന് പകൽക്കാലം ഇവരുടെ ലൈഫിൽ സന്തോഷത്തിൻ്റെ പകലായി മാറട്ടെ. ആമേൻ. ആമേൻ. അൺസ്പീക്കബിൾ ജോയ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പകലായി മാറട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇവർ എല്ലാ രോഗങ്ങളിൽ നിന്നും പുറത്തു വരട്ടെ. ഇവരെ നാളുകളായി പിടിച്ചു വച്ചിരിക്കുന്ന ചില രോഗങ്ങൾ, ആമേൻ, കൂനുപോലെ ആമേൻ, വർഷങ്ങളായിട്ട് കൂനായിരുന്ന ആ സ്ത്രീ ആ കൂനിൽ നിന്നും പുറത്തു വന്നതുപോലെ വർഷങ്ങളായി ആമേൻ പിടിച്ചു വെച്ചിരുന്ന ചില രോഗങ്ങൾ, റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരുന്നത്, മൊബിലിറ്റിയെ റെസ്ട്രിക്റ്റ് ചെയ്തത്, കർത്താവേ, ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരുന്നതായ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ ആമേൻ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ആരോഗ്യത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഹെൽത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഫ്രീഡം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ബാക്ക് പെയിനാൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജോലിക്ക് പോകാൻ കഴിയാതെ ആമേൻ 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 ദൈനംദിന പ്രവൃത്തികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനകത്തൊന്ന് വിടുതൽ കൊടുത്തതിനായിട്ട് സ്തോത്രം. കർത്താവേ, അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ പ്രത്യേക കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സമൃദ്ധി കൊടുക്കണം. ആമേൻ. ലോകപരമായ സമൃദ്ധി അല്ല ഞങ്ങൾ ചോദിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് തൻ്റെ മക്കൾക്ക് നന്മകളെ പെയ്യിച്ചു കൊടുക്കുന്നതിനായി സ്തോത്രം. അതുപോലെ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അവർ ജോലി സ്ഥലത്ത് അനുഗ്രഹമായി തീരട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി മുന്നേറുവാൻ, ഉന്നതകരമായ വിജയങ്ങൾ നേടുവാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവെ, മുന്നോട്ട് കർത്താവെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് ആവശ്യമായ അഡ്മിഷൻസ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങളിലൂടെ ആരംഭിച്ചിരിക്കുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും അത് പൂർത്തീകരിക്കപ്പെടട്ടെ. ഭവന നിർമ്മാണം അത് പൂർത്തീകരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം അതിനകത്തൊക്കെ വെളിപ്പെടട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. കർത്താവ് ലോകവ്യാപകമായൊരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്മാരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് സ്പെഷ്യൽ ഫാസ്റ്റിംഗ് ഡേ ആണല്ലോ. കർത്താവിൻ്റെ കരം ഇന്നത്തെ ഫാസ്റ്റിങ്ങിൽ ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളോടുകൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷേ നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിക്ക് നമ്മുടെ സഭായോഗം ആരംഭിക്കും. ഇന്ന് പ്രത്യേക ഉപവാസവും പ്രാർത്ഥനയുടെയും ദിവസമാണ്. ഇന്നലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് സാഹചര്യമുള്ള എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചനയിലേക്ക് നമുക്ക് പോകാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ചില വാക്യങ്ങൾ. 127 വാക്യം ശലോമോൻ്റെ ആരോഹണ ഗീതമാണ്. ആരോഹണ ഗീതം ആവുമ്പം, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ
കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്യുന്നതും ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. എൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ആലോചന, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവ സാന്നിധ്യത്തെയാണ് സ്നേഹിക്കേണ്ടത്. നമ്മുടെ കൂടെ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന സകലത്തിലും നമുക്ക് ജയം പ്രാപിക്കുവാൻ കഴിയും. നമ്മൾ ചെയ്യുന്ന സകലത്തിലും നമുക്ക് ഫ്രൂട്ട്ഫുൾ ആകാൻ കഴിയും. ആമേൻ. അതുകൊണ്ട് നമ്മൾ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്? ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടാകണം, അല്ലെങ്കിൽ ഗോഡ്സ് പ്രസൻസ്, ദൈവ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാകണം. നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള വ്യത്യാസം എന്തുവാ? നമ്മൾ ദൈവ സാന്നിധ്യം ചുമക്കുന്നവരാണ്. ആ സാന്നിധ്യം നമ്മളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ എന്തായിത്തീരും? നമ്മളൊരു മിറക്കിളായി മാറും. ജോസഫ് എങ്ങനെ അത്ഭുതമായത്? ജോസഫിൻ്റെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് എവിടൊക്കെ ജോലിക്ക് പോയോ അവിടെ എല്ലാം അവർക്ക് മനസ്സിലായി ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചെല്ലുന്നിടത്തും അവിടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മളോട് ഇടപെടുന്നവർ തിരിച്ചറിയേണ്ടത് നമ്മുടെ കൂടെ ആരുണ്ടെന്ന, യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മൾ പറഞ്ഞുണ്ടാക്കുകയല്ല, അത് ഉണ്ടാകണം. ജോസഫ് ആരോടും പറഞ്ഞിട്ടില്ല കർത്താവിൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് വാഗ്ദത്തമുള്ളവനാണ്. നോ, ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അപ്പം ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് അവൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലായി. ഇതുപോലെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ കൂടെ യേശു ഉണ്ടെന്നുള്ള, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ യേശു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് പരാജയമല്ല, നമുക്ക് ജയമാവുള്ളത്. നമ്മൾ എവിടെ ചെന്നാലും അവിടെ അനുഗ്രഹമാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിന്മേൽ നന്മയാണ്. അപ്പോൾ എന്തു വേണം? നമുക്ക് ആ ഒരു ബോധ്യം വേണം, അത് നമ്മൾ ആഗ്രഹിക്കണം. പക്ഷേ നമ്മളെല്ലാം ദൈവ സാന്നിധ്യത്തെ കൂടാതെ അനുഗ്രഹം പ്രാപിക്കുവാനും അതുകൂടാതെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ മക്കൾക്ക് സക്സസ് ആകാൻ കഴിയാതെ പോകുന്നത്. നമ്മൾ അതിനെല്ലാം കുറുക്കു വഴികൾ നോക്കുക. അതായത് വേഗത്തിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വളച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ആരെയും മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒക്കെ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ നോക്കാതെ, യഹോവ പണിയുന്നില്ലെങ്കിൽ ഒരു കാര്യവുമില്ല, യഹോവ കാക്കുന്നില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. നീ രാവിലെ എഴുന്നേൽക്കുന്നത്, രാത്രി താമസിച്ച് കിടക്കാൻ പോകുന്ന ഒന്നും ഒരു കാര്യമില്ല. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ചെയ്യുന്ന എല്ലാ അനുഗ്രഹമാകും. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെ കർത്താവ് അനുഗ്രഹിക്കും. നീ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നീ അത്ഭുതമായി മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനായിട്ട് ആഗ്രഹിക്കണം, അതിനായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ കൈകളുടെ പ്രവൃത്തിയല്ല, അങ്ങയുടെ കൈകളുടെ പ്രവൃത്തി എന്നിലൂടെ വിളി. അപ്പോൾ നമ്മുടെ കൈ വിശുദ്ധമായിരിക്കണം, നമ്മുടെ നാവ് വിശുദ്ധമായിരിക്കണം, നമ്മുടെ ചിന്തകൾ വിശുദ്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. കർത്താവ് നമ്മളിലൂടെ പറഞ്ഞു, കുഞ്ഞെ, നീ നല്ല യൗവനമാണോ? സക്സസ് ആകണമോ? ഏത് പ്രായമാണോ നിങ്ങൾ സക്സസ് ആകണോ? യേശു നിങ്ങളിലൂടെ പ്രവർത്തിച്ചാൽ സക്സസ് ആകും. ചർച്ചിൽ പോകുന്നതുകൊണ്ടോ പ്രാർത്ഥിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു സഭയിലാണ് പോകുന്നത് പറഞ്ഞതും കണ്ട് കാര്യമാകുന്നില്ല. ജീവിതത്തെ ക്രമീകരിച്ചോണം, കർത്താവിനായി ശുദ്ധീകരിക്കണം. നമ്മുടെ വാക്കുകൾ ശുദ്ധമായിരിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം, കൈകളുടെ പ്രവൃത്തികൾ വിശുദ്ധമായിരിക്കണം. ജോസഫിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് കർത്താവ് നിന്ന്? ജോസഫിന് പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോഴും ജോസഫിൻ്റെ പാപം എന്ന് പറയുന്നത് നമ്മൾ പോത്തിഫറിൻ്റെ ഭവനത്തിലെ പാപം മാത്രമാണ് ചിന്തിക്കുന്നത്. അല്ല, ജോസഫിൻ്റെ നേച്ചർ അതായിരുന്നു. ദൈവത്തെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യത്തില്ലായിരുന്നു, ദൈവത്തെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയത്തില്ലായിരുന്നു, ദൈവത്തിന് വിരോധമായി, ദൈവത്തിന് വേദന ഉണ്ടാക്കുന്നത് ഒന്നും ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ജോസഫ് അനുഗ്രഹിക്കപ്പെട്ടു. ജോസഫിൻ്റെ കൂടെ ജോസഫ് ചെന്നിടമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മൾ ചെല്ലുന്നിടം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നമ്മൾ ചെല്ലുന്നിടത്ത് ഉയർച്ചയും വർധനവും ഉണ്ടാകാൻ തുടങ്ങും. അപ്പം ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, നമ്മുടെ ടെക്നോളജി അല്ല നമ്മളെ അത്ഭുതമാക്കുന്നത്, നമ്മുടെ ഹാർഡ് വർക്കല്ല നമ്മളെ അത്ഭുതമാക്കുന്നത്, നമ്മളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മളെ അത്ഭുതമാക്കുന്നത്. അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കർത്താവേ, എൻ്റെ കൈകൾ വിശുദ്ധമായി തീരട്ടെ, എൻ്റെ കണ്ണുകൾ വിശുദ്ധമായി തീരട്ടെ, എൻ്റെ നാവ് വിശുദ്ധമായി തീരട്ടെ. അങ്ങനെ നീതീകരിച്ചു. ആ നീതിയിൽ ജീവിപ്പാൻ
അങ്ങനെ സഹായിക്കണം. അങ്ങനെ വരുമ്പോൾ ആമേൻ ആമേൻ നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾ അനുഗ്രഹിക്കപ്പെടും. നീ ഒരു മിറക്കിളായി മാറും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് വേണം. നമുക്കൊരു ആഗ്രഹം വേണം. ആമേൻ എല്ലാവരും സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പോലെ, എല്ലാവരും ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിക്കേണ്ടത്. ആമേൻ എല്ലാവരും പ്രവർത്തിക്കുന്ന പോലെയല്ല. നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. ആ ഒരു ബോധ്യത്തിൽ പ്രവർത്തിച്ച്, ആ ഒരു ബോധ്യത്തിൽ ചിന്തിച്ച്, ആ ഒരു ബോധ്യത്തിൽ സംസാരിച്ചു തുടങ്ങിക്കേ. ആ ഒരു ബോധ്യത്തിൽ യേശു സംസാരിക്കാത്തത് നീ സംസാരിക്കാതെ, യേശു ചെയ്യാത്തത് നീ ചെയ്യാതെ, യേശു പ്രവർത്തിക്കാത്തത് നീ പ്രവർത്തിക്കാതെ. ആമേൻ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ആമേൻ വർത്തമാനം പറയുമ്പോൾ ചിന്തിക്കണം, യേശു പറയുമോ ഇത്? ആമേൻ ഒരാൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ കേൾക്കണം, ഇത് യേശു കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ കേൾക്കാൻ പോയേക്കല്ലേ, അതും പാപമാണ്. അപ്പോൾ ആ ഒരു വ്യത്യസ്ത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ വരുമ്പോൾ നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെ കർത്താവ് അനുഗ്രഹിക്കും. നീ ഒരു മിറക്കിളായി മാറും. പിതാവേ, ഈ ശബ്ദം കേട്ട എല്ലാവരും അത്ഭുതമായി മാറട്ടെ, സൈൻ ആൻഡ് വണ്ടറായി മാറട്ടെ. ഇവരെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മുടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.